ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോഴൊരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൂടെ കുറച്ച് കടലമാവും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. നല്ല പൊളി ഐറ്റമാണ്, വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഞാനൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പിലും താഴെയായിട്ട് ഏതാണ്ട് ഒരു 1/4 കപ്പോളം മാത്രം കടലമാവ് എടുക്കുന്നുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്നങ്ങ് അടിച്ചെടുക്കണം. നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ആക്കുന്നത്. അപ്പോൾ ഈ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കാൻ ചെറിയൊരു കഷ്ടപ്പാടാണ് കേട്ടോ. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് റെഡിയാവും. അതുകൊണ്ട് ഞാനൊരു ഈ സ്പൂൺ ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു വിസ്ക് എടുത്ത് ഒന്നങ്ങ് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒരു കടലമാവിലെ കട്ടകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായിട്ടൊക്കെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. വലിയ വലിയ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നല്ലപോലെ ഈ മുട്ടയും ഇതുമായിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു കുഞ്ഞ് സവാളയുടെ പകുതി മാത്രം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നതെല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഒരു തക്കാളിയുടെ പകുതി ഭാഗവും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ കഴിക്കുന്നത് കൊണ്ട് ഞാൻ പച്ചമുളക് അധികം ചേർക്കാറില്ല. അപ്പോൾ പച്ചമുളക് പകുതി മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഒരു കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയം കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് പണികളൊന്നുമില്ല. ഈ 2 മുട്ട കൊണ്ട് ഒരു പാത്രം നിറയെ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അതും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് കേട്ടോ. നമുക്ക് ചായയൊക്കെ തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ല പോലെ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ആ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന്. നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ പിറക്കി കഴിച്ചുകൊണ്ടേയിരിക്കും, തീരുന്നത് അറിയേയില്ല കേട്ടോ. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കുവേ ഇതുപോലെ മാവിങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം കേട്ടോ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം ഞാൻ ആദ്യം ഒഴിച്ചപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായിട്ടില്ലായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഒഴിക്കുമ്പോഴേ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. അപ്പം ഞാനിത് രണ്ട് മൂന്ന് സ്റ്റൈലിൽ കാണിച്ചു തരുന്നുണ്ട്. അതായത് ഇത് അത്യാവശ്യം വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ആയി കിട്ടും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ഇതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഞാനൊരു കുറച്ചും കൂടെ ചെറുതാക്കി ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഈ ബാറ്റർ ഇങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പം തന്നെ ഇതങ്ങ് സെപ്പറേറ്റായി മാറിക്കോളും. ഇപ്പോൾ കണ്ടോ, കുറച്ചും കൂടെ ചെറുതായിട്ടാണ് ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട ഇതും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും ഈ പാനിൽ നിന്ന് അങ്ങോട്ട് എടുക്കാം. ഇതേപോലെ നിങ്ങൾക്ക് 4ഓ 5ഓ ഒക്കെ ഒരു ബാച്ചിൽ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചും കൂടെ വലിയ പാത്രമാണെങ്കിൽ 2 ബാച്ചിൽ തന്നെ നമുക്കിത് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാനൊരു 5 എണ്ണം ഒഴിക്കുന്നുണ്ട്, വളരെ കുറച്ചായിട്ട്. പക്ഷെ നമ്മൾ കുറച്ച് ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചാലും അത് റെഡി ആയിട്ട് വരുമ്പോൾ ഒരു ഇച്ചിരി കൂടെ വലുതായിട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത്. കണ്ടോ, ഇപ്പം ഞാനൊരു 5 എണ്ണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വലുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാവും. അപ്പം ഞാനിതൊരു 5-6 വട്ടമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ പാത്രം ചെറുതായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ദാണ്ടെ
അപ്പോൾ ഇത് ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം. ഇപ്പോൾ ദാണ്ട കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും സ്നാക്സ് ഉണ്ടാക്കിയത്. ഏതാണ്ട് 10-20 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, പുറത്തൊക്കെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ